മെറിറ്റിൽ ജീവിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു ഓപ്ഷൻ വെച്ചിരിക്കേണ്ടത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും ഓർത്തേക്കണം. മെറിറ്റിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് സംരക്ഷണം പോകും. പക്ഷെ നമ്മൾ ഗ്രേസിലും ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മെറിറ്റിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. എങ്ങാനും തട്ടുകേട് വന്നാൽ തന്നെ നമ്മളെ താങ്ങാൻ കർത്താവിൻ്റെ കൈകളുണ്ടാവും. എനിക്ക് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തട്ടുകേടുണ്ടായാലും കമ്പനിയുടെ നിയമങ്ങൾ മാറാം, ലോകത്തിൻ്റെ എൻജിനീയറിങ് ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള ടെക്നിക്സൊക്കെ എല്ലാം മാറാം, ടെക്നോളജി ചേഞ്ച് ചെയ്യാം. അപ്പോൾ കമ്പനി നിന്നെ പുറത്താക്കും. പക്ഷേ ഒരു അഷ്വറൻസ് നമുക്കുണ്ട്. എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കമ്പനി മാറിയാലും ടെക്നോളജി മാറിയാലും ഞാൻ മാറത്തില്ല, ഞാൻ നിന്നെ തങ്ങും. അത് വാഗ്ദാനമാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാഗ്ദാനമാണ്. കമ്പനി നിന്നെ ഉപേക്ഷിക്കാം. ചിലപ്പോൾ നിൻ്റെ വിദ്യാഭ്യാസം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ മുകളിൽ വേറെ ആൾക്കാർ വരികയും അവരെ കമ്പനി അക്കോമഡേറ്റ് ചെയ്യുകയും നിന്നെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ റിജക്ഷൻ വന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എന്ത് കാരണം വന്നാലും ഈ വചനം വായിച്ചാൽ ഇരുന്ന് കരഞ്ഞു പോകും നമ്മൾ. ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മളെ വേവലാതികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മളെ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പല പല കാരണങ്ങളാൽ നീ ഉപേക്ഷിക്കപ്പെടാം, പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതിപ്പോൾ നമ്മൾ അഷുറൻസ് ചെയ്യണത്, ഇൻഷുർ ആക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ്.